മൈ ചാനൽ ദ ബ്ലഡ് സ്റ്റുഡിയോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഐബ്രോസ് നാച്ചുറൽ ആയിട്ട് എങ്ങനെ വളർത്താന്നുള്ളതാണ്. നല്ല തിക്കായിട്ടുള്ള ബ്ലാക്ക് ആയിട്ടുള്ള ഐബ്രോസ് എല്ലാവരുടെയും ആഗ്രഹവും സ്വപ്നമാണ്. ട്രെൻഡും കൂടിയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് നയൻതാരയെ കാണുമെന്ന് തന്നെ അറിയാം. അവർ പറഞ്ഞിട്ടുമുണ്ട് അവർ ഒരുപാട് നേരം സമയം എടുത്തിട്ടാണ് ഐബ്രോസ് ചെയ്യുന്നത്. ലൈഫിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു തിക്ക് ഐബ്രോസ് എന്നുള്ളത്. നിങ്ങൾ ഒരു മേക്കപ്പും ചെയ്തില്ലെങ്കിൽ വേണ്ട, ഐബ്രോസ് മാത്രം ചെയ്ത് പുറത്തിറങ്ങിയാലും നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. തിക്കായിട്ടുള്ള ഐബ്രോസ് നമ്മുടെ ഫേസിന് നല്ലൊരു ഹൈലൈറ്റ് ചെയ്യും, നമുക്ക് ഫേസിന് ഡെഫിനിഷൻ കൊടുക്കും. അത് മാത്രമല്ല നമുക്ക് നല്ല യങ് ലുക്കും കൂടെ തരുന്നുണ്ട്. അതുപോലെ ഒരാൾക്ക് ഒരു ഐഡന്റിറ്റി കൊടുക്കുന്നുള്ള ഐബ്രോസിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഐബ്രോസ് ഇല്ലാത്തൊരു പോലീസ് പിടിക്കുന്നുള്ളത്. ഇപ്പൊ ഐബ്രോസ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. മൈക്രോ നീഡ്ലിംഗ് ഉണ്ട്. അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഐബ്രോ പെൻസിലും ജെല്ലൊക്കെ വെച്ച് നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ നമുക്ക് ഐബ്രോസ് വളരാനുള്ള കുറച്ച് നാച്ചുറൽ ആയിട്ട് വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അതിനു മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിൽ ആണ്. മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി ആയിട്ട് പറയുന്നതാണ് കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിൽ ആണെങ്കിൽ റിച്ച് ഇൻ ഫാറ്റി ആസിഡ്സ്, അതുപോലെ വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഗ്രോത്ത് കൂട്ടുന്നാണ് പറയുന്നത്. നമുക്ക് നൈറ്റ് ബെഡ് ടൈം സമയത്ത് അപ്ലൈ ചെയ്യാം. ഐബ്രോസിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ലാഷസിലും കൂടെ അപ്ലൈ ചെയ്യാം. അതുപോലത്തെ ഒരു ബ്രഷോ അല്ലെങ്കിൽ ഉപയോഗിച്ചു കഴിഞ്ഞ മസ്കാരയുടെ ബ്രഷും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. നെക്സ്റ്റ് ഐബ്രോസ് ജെൽ ആൻഡ് ഐബ്രോസ് ഓയിൽ ആണ്. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ഐബ്രോ ഓയിൽസ്, ഗ്രോത്ത് കൂട്ടുന്ന ഓയിൽസ് അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എസെൻഷ്യൽ ഹെർബൽ ഓയിൽസ് അടങ്ങിയിട്ടുള്ള ഐബ്രോ ജെല്ലും ഐബ്രോ ഓയിൽസും ഇപ്പൊ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ഫിസിഷ്യന്റെ അഡ്വൈസ് പ്രകാരം യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ ഐബ്രോ മസാജ് ആണ്. ചെറിയ ജെന്റിൽ ആയിട്ടുള്ള ഐബ്രോ മസാജ് നമുക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ കാസ്റ്റർ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു അധികം പ്രഷർ കൊടുക്കാതെ മസാജ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഐബ്രോസിന്റെ ഹെയർ ഗ്രോത്ത് കൂട്ടുന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അവോയ്ഡ് ഐബ്രോ പ്ലക്കിംഗ് ആൻഡ് ത്രെഡിംഗ് ആണ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ് ഐബ്രോസ് വളരെ തിന്നായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗ്യാപ്പ് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് പുറത്ത് വരുന്നത് മാത്രം നിങ്ങൾ ഐബ്രോ ത്രെഡ് ചെയ്യോ പ്ലക്ക് ചെയ്യോ ചെയ്യാം. ഇനി ഒരു ഗ്യാപ്പ് കൊടുക്കുമ്പോൾ ഐബ്രോസിന്റെ നാച്ചുറൽ ആയിട്ട് അത് റീഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് വൈറ്റമിൻ ഇ. ഇപ്പൊ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് നൈറ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ആയാലും യൂസ് ചെയ്യാം. ഇത് വെച്ചിട്ട് രാത്രി അപ്ലൈ ചെയ്ത് കിടക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഐബ്രോ വളരുന്നത് 12 to 16 വീക്സ് എടുത്തിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ഒരു ടൈം പീരീഡ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതനുസരിച്ചിട്ടായിരിക്കും അതിന് റിസൾട്ട് ഉണ്ടാവുന്നത്. പിന്നെ കൺസിസ്റ്റൻസി ആണ് മെയിൻ. 1-2 ദിവസം അപ്ലൈ ചെയ്തിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അതൊരു മാസങ്ങൾ തന്നെ എടുക്കുകയായിരിക്കും. കാസ്റ്റർ ഓയിലൊക്കെ ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നന്നായിട്ട് ഐബ്രോസ് വളർന്നു വേണ്ടെന്നുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് വാസ്ലിൻ ആൻഡ് പെട്രോളിയം ജെല്ലി. നമ്മുടെ ഐബ്രോസ് നല്ല മോയ്സ്ചറൈസ് ആയി വെക്കുകയും ചെയ്യും. അതുപോലെ ഐബ്രോസ് നല്ല ഷൈനിങ് ആയിട്ടിരിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇത് ഹെയർ ഗ്രോത്ത് കൂട്ടുന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബെപ്പാന്തൻ ഓയിൽമെന്റ്. ഇത് ഞാനും കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ആക്ച്വലി ഇത് ഞാൻ എവിടെയും സെർച്ച് ചെയ്തിട്ട് കണ്ടതല്ല. എന്റെ ഒരു ഫ്രണ്ട് അവൾ ഇത് കുറെ നാളെ യൂസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ കാര്യമാണ്. അവൾ ഇത് സ്ഥിരമായിട്ട് തേക്കുമായിരുന്നു. ആദ്യം തേക്കുമ്പോൾ ഐബ്രോസ് നല്ല ഷൈൻ ആയി നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി ഇത് ഹെയർ ഗ്രോത്ത് കൂട്ടുന്നുള്ളത്. ഓയിൽ റിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റി റിച്ച് ആയിട്ടുള്ള കണ്ടൻസ് ബെപ്പാന്തനിലുണ്ട്. അതാണ് ഹെയർ ഗ്രോത്ത് കൂട്ടുന്നതാണ് എനിക്ക് മനസ്സിലായ കാര്യം. നെക്സ്റ്റ് വൺ ഈസ് എക്സ്ഫോളിയേറ്റ്. നിങ്ങൾക്ക് ചെറിയൊരു സ്ക്രബ് ഉണ്ടാക്കിയിട്ട് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. അതൊരു ചെറിയൊരു ജെന്റിൽ മസാജും കൂടെ ഐബ്രോസിന് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കോഫി പൗഡർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഷുഗർ യൂസ് ചെയ്യാം. ഷുഗറോ മിൽക്കോ അല്ലെങ്കിൽ ഷുഗറോ ലെമൺ 1-2 ഡ്രോപ്സ് സ്ക്വീസ് ചെയ്തിട്ട് അതുകൊണ്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. ഹാഷായിട്ട് കൊടുക്കരുത്, കാരണം ഇവിടെയൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണുള്ളത്. ചെറിയൊരു മസാജ് കൊടുക്കുക. ഇതും എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഹെയറിന്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നാച്ചുറൽ ആയിട്ട് ഐബ്രോസിന്റെ ഗ്രോത്ത് കൂട്ടാനുള്ള മാർഗങ്ങൾ. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. ആകെ വേണ്ടത് കൺസിസ്റ്റൻസി ആണ്. പിന്നെ നമ്മൾ കുറച്ച് ടൈമും കൂടെ കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഐബ്രോസ് തിക്കായിട്ടുള്ള ഐബ്രോസ് വേണമെന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പൊ വേറൊരു ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.